ദൈവ വഴിയിലുള്ളവർ ശത്രുഹൃദയങ്ങളെപ്പോലും നോവിച്ചിട്ടില്ലെന്നാണു കേട്ടത്. എന്നാൽ മിത്രങ്ങളോട് പോലും വഴക്കും വക്കാണവും കൂടുന്ന നിനക്ക് ഈ പദവി എങ്ങനെ കൈവരാൻ? പ്രിയപ്പെട്ടവരെ, പ്രമുഖ പേർഷ്യൻ സൂഫി കവി സഅദി ഷിറാസി തന്റെ ഗുലിസ്ഥാൻ എന്ന കവിതാ സമാഹാരത്തിൽ എഴുതിയ ചില വരികൾ, ഏതാനും ചില വരികൾ സമകാലിക സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട വരികളാണ്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് നോക്കുക. ശുനീദം കെ മർദാൻ റാഹേ ഖുദായ്, ശുനീദം കെ മർദാൻ റാഹേ ഖുദായ്, ദിലേ ദുശ്മനാൻ റാന കർ ദന്ത് തംഗ്, തൂറാ കൈ മുയസ്സർ ശവദ് ഈ മഖാം, കെഹ്ബാ ദോസ്താനത്ത് ഖിലാഫസ്തോ ജംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രമുഖ പേർഷ്യൻ സൂഫി കവി സഅദി ഷിറാസി തന്റെ ഗുലിസ്ഥാൻ എന്ന കവിതാ സമാഹാരത്തിൽ എഴുതിയ 4 വരി കവിതയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ആശയം ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കേട്ടു നോക്ക്. ശുനീദം, ഞാൻ കേട്ടിരിക്കുന്നു. മഹാനായ സഅദി ഷിറാസി തങ്ങൾ പറയാം, ഞാൻ കേട്ടിരിക്കുന്നു. കെ എന്തെന്നാൽ മർദാൻ റാഹേ ഖുദായ്, ദൈവമാർഗത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആളുകൾ. അപ്പോ സ്വാലിഹീങ്ങൾ, ഔലിയാക്കളെ ഞാൻ കേട്ടിരിക്കുന്നു. ദിലേ ദുശ്മനാൻ റാ നകർ ദന്ത് തംഗ്, ശത്രുക്കളുടെ ഹൃദയങ്ങളെ പോലും നകർ ദന്ത് തംഗ്, അവർ നോവിച്ചിട്ടില്ലായിരുന്നു, അവർ പ്രയാസപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയാണ്. ശത്രുക്കളെ പോലും വേദനിപ്പിക്കാതെ എങ്ങനെയെങ്കിലും അവരെ മിത്രങ്ങളാക്കി സ്വർഗത്തിന്റെ ആളുകളാക്കാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിരുന്നത്. ഇനി നോക്കുക, 3-ാമത്തെ വരി. തൂറാ കൈ മുയസ്സർ ശബദ് ഈ മക്കാം, നിനക്ക് എങ്ങനെ സാധ്യമാകും, എങ്ങനെ എളുപ്പമാകും. മുയസ്സർ ശബ്ദം എന്ന് പറഞ്ഞാൽ എളുപ്പമാകും. നിനക്ക് എങ്ങനെ എളുപ്പമാകും ഈ പദവിയിലെത്താൻ. കെ എന്തെന്നാൽ കെ എന്തെന്നാൽ നീ നിന്റെ സുഹൃത്തുക്കളോട് പോലും നിന്റെ മിത്രങ്ങളോട് പോലും ഖിലാഫസ്തോ ജംഗ്, വഴക്കും വക്കാണവും യുദ്ധവും തർക്കവുമായി നീ നടക്കുകയാണ്. അപ്പോ സുഹൃത്തുക്കളോട് പോലും തർക്കവും വിദ്വേഷവും വെറുപ്പും പ്രശ്നങ്ങളുമായി നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ പദവിയിൽ എത്താൻ നിനക്ക് കഴിയുക എന്ന് മഹാനവറുകൾ ചോദിച്ചു പോവുകയാണ്. ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പറയുകയാണ്. ശുനീദം കെ മർദാൻ റാഹേ ഖുദായ്, ദിലേ ദുശ്മനാൻ റാന കർ ദന്ത് തംഗ്, തൂറാ കൈ മുയസ്സർ ശവദ് ഈ മഖാം, കെ ബാദുസ്താനത് ഖിലാഫസ്തോ ജംഗ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറകൽ മിറാ വഇൻ കാന മുഹിഖൻ, ശരിയാണെന്ന് തോന്നിയാൽ പോലും തർക്കം ഒഴിവാക്കിയാൽ അവർക്ക് ഞാൻ സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വബിബൈതിൻ ഫീ വസതിൽ ജന്നതി ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിഹൻ, തമാശ പറയുന്ന ആളാണെങ്കിൽ പോലും കളവ് പൂർണ്ണമായും ഒഴിവാക്കിയാൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരാൾ സൽസ്വഭാവിയായാൽ, സ്വഭാവം നന്നായാൽ അവർക്ക് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പരമാവധി സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും തർക്കങ്ങളിൽ നിന്നും വഴക്കിൽ നിന്നും വക്കാണത്തിൽ നിന്നും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്നും വെറുപ്പിക്കുന്നതിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.